അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല് അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല് ഓരോരോ കാലടി കബറിലെ കാണുന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണി നമ്മളെ കറുത്ത പാത്രവുമായിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി മുതലുള്ള ഒരു കൊച്ചു വിശേഷങ്ങൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ യൂട്യൂബ് മാമ വിചാരിക്കേണ്ട നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ള ഡോളർ കയറുകയാണെന്ന് വിചാരിക്കേണ്ട. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കേണ്ടല്ലേ. അപ്പോൾ രാത്രി തന്നെ നല്ല മസാല കറി കേട്ടോ, ചെമ്മീൻ കറിയാണ് കേട്ടോ. ഒരു പിടി ചെമ്മീൻ എന്ന് പറയാം. നമ്മൾ 100 രൂപേൻ്റെ ചെമ്മീൻ വാങ്ങിയ ഒരു പിടിയല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചെമ്മീന് മസാലയും വെച്ച് നല്ല അടിപൊളി മസാലക്കറിയും വെച്ച് പിന്നെ നമ്മൾ രാത്രി പൂരിയാണ് കേട്ടോ. അപ്പോൾ രാത്രി പൂരിക്ക് കുഴച്ചപ്പം രാവിലത്തേക്കും അങ്ങോട്ട് ഒന്നായിട്ടാണ് കുഴച്ചങ്ങോട്ട് വെച്ചിട്ടോ. ഞാൻ ചപ്പാത്തി ആയാലും പൂരി ആയാലും അങ്ങനെ അങ്ങോട്ട് ചെയ്യും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് രാവിലെ ചപ്പാത്തിയും ചൂടാം, ആ രീതിയിലാണ് കേട്ടോ പൊടിയൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിതാ രാത്രി ചപ്പാത്തിയും പൂരിയും ഇതൊക്കെ തിന്നിട്ട് മസാലക്കറിയൊക്കെ വീണ്ടും നമ്മൾ രാവിലെ തന്നെ വീണ്ടും നമ്മൾ പൂരി തന്നെ കേട്ടോ. നമുക്ക് എളുപ്പപ്പണി അതല്ലേ, നമ്മളിപ്പോൾ നേരം വേഗം നീക്കി കിട്ടോ. അപ്പം പിന്നെ വേഗം എളുപ്പപ്പണി നമുക്ക് പൂരി തന്നെ. ചപ്പാത്തി ആണെങ്കിൽ ഇനിയിപ്പോൾ കല്ലുമ്മലിട്ട് പരത്തി ചുട്ട് ഒക്കെ കുറച്ച് പണിയാണല്ലോ. വെളിച്ചെണ്ണയ്ക്ക് ഇതങ്ങോട്ട് ഇട്ടെടുത്താലാണ്ട് പൊന്തി അങ്ങോട്ട് വരുമല്ലോ അല്ലേ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു 8 മണി 8:30 ആയപ്പോഴാണ് നമ്മളിത് ഈ പരിപാടികളൊക്കെ. അപ്പോൾ പൂരിയൊക്കെ ഫുള്ളും പരുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഉരുള എടുത്തതാണ് കേട്ടോ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മളെ കറുത്ത പാത്രം തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിലായാൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലത്തെ കറി തന്നെയാണ് പൂരിക്ക്. അപ്പം പിന്നെ ഇന്നലെ നമുക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പൂരിയും കറിയൊക്കെ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് കുറച്ച് കൂടുതലായിട്ട് തന്നെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എന്ത് ചെയ്ത്, നമുക്ക് നല്ല പച്ച ചക്ക ഉണ്ട് കേട്ടോ. ഒന്നും നീച്ചിട്ടില്ല. 9-9:30 ആവും. ഇവരൊക്കെ ഇപ്പോൾ സുബഹി നിസ്കരിച്ചാൽ കിടന്നാൽ പിന്നെ കുറച്ചങ്ങോട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാനൊരു 8 മണി 7:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാനും എണീക്കും. പിന്നെ നമ്മളെ പല്ല് തേക്കലും അതും ഇതൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു 8 മണി 8:30 ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൂരിക്ക് ഒരുപാട് അങ്ങോട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണൊക്കെ അങ്ങോട്ട് ഓയിലൊക്കെ അങ്ങോട്ട് നല്ലോണം ചൂടാവട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലത്തെ മസാലക്കറി ചെമ്മീനോണ്ടുള്ള മസാലക്കറി ഉണ്ട്. ചിക്കൻ കറി എങ്ങനെയാണ് വെച്ച് അതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല പച്ച ചക്ക ഉണ്ട്. ആ പച്ച ചക്കൊക്കെ ഞാൻ നല്ലോണം വെട്ടി അതിൻ്റെ മോൾ ഭാഗമുള്ള പച്ച തൊലികളൊക്കെ അങ്ങോട്ട് കളഞ്ഞ് കുരൊന്നും അങ്ങനെ അടർത്തിയിട്ടില്ല. അങ്ങനെ റെഡി ആക്കി അങ്ങോട്ട് ഉമ്മാൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഉമ്മ അങ്ങോട്ട് നല്ലോണം ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞ് തന്ന് അതിൻ്റെ കുരുവിൻ്റെ തൊലിയൊക്കെ കുറേയൊക്കെ നമ്മളിന്ന് നല്ലൊരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് വലിയൊരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നിപ്പം എൻ്റെ മക്കൾക്ക് തറവാട്ടിൽ പോവാണ്ട്. അപ്പോൾ മക്കൾ അവിടെ നിന്ന് ചോറൊക്കെ തിന്നും. അപ്പോൾ പിന്നെ ഇന്ന് ഇപ്പം അങ്ങനെ ചോറും കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കറി തന്നെയാണ് കേട്ടോ, ഈ കറി തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പോവല്ല. അപ്പം പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചിനി നല്ല മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരു കറിയൊക്കെ ഇട്ടുകാണ്ട് വെക്കണം വിചാരിച്ചു. പിന്നെ നമ്മളെ ശരീരത്തിന് കഴിയാതായാലേ നമുക്ക് ഒരു പണി എടുക്കാൻ മൂടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി പൂരിക്കൊക്കെ ആക്കിയതുകൊണ്ട് കറി വെച്ചതുകൊണ്ടൊക്കെ പിന്നെ നമുക്ക് രാവിലെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എങ്ങനെയൊക്കെയോ ഞാൻ ആ ചക്കൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞ് ഒരു പാത്രത്തിൽ ആക്കി വെച്ച് കൊടുത്തു. ഉമ്മക്ക് ആക്കി വെച്ച് കൊടുത്താൽ ഉമ്മ അതങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞ് ആ ചക്കക്കുരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിലാക്കി തരും കേട്ടോ. അപ്പം എൻ്റെ പണി അവിടെ കഴിഞ്ഞ്. ഉമ്മാക്ക് പിന്നെ ഇങ്ങനെ വെട്ടാനൊന്നും കഴിയില്ല കേട്ടോ, കൈ കൊണ്ട്. ഉമ്മൻ്റെ അത്രയും കഴിയില്ല കേട്ടോ. ഉമ്മയും നമ്മളൊക്കെ ഇപ്പോൾ ഒരേ മാതിരിയാണ്. ഉമ്മാൻ്റെ അതേ പ്രായമായിട്ട് തന്നെ നമ്മളെ ശരീരം കൊണ്ട് നമുക്ക് കഴിയുന്നില്ല കേട്ടോ. നമ്മളൊരു കൈ കൊണ്ടൊന്നും
ഇങ്ങനെ ഒന്ന് വെട്ടിക്കാണ്ടൊന്ന് ചക്കൻ്റെ അതൊന്നും പ്രത്യേകിച്ച് ചക്ക ഒന്നും വെട്ടാൻ തന്നെ കഴിയില്ല കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ഉമ്മാക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ജീവനാണ്. പിന്നെ വേണ്ടാന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം ഉമ്മാക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിട്ടുമ്പോഴല്ല നമ്മളത് വാങ്ങി ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ഇതാ മുറ്റം അടിക്കലൊക്കെ തുടങ്ങി. 2-3 ദിവസമായിട്ട് മുറ്റമൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ നല്ല മഴയൊക്കെ ഇല്ല, അപ്പോൾ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്, അപ്പോൾ വേഗം കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ മുറ്റമൊക്കെ അടിച്ച് വാരി. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലെ കാണുന്നോക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. അങ്ങനെതാ നമ്മളെ മക്കളൊക്കെ തറവാട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ നല്ല കഞ്ഞും നല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കിക്കാണ്ട് നമുക്കിതാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം നമുക്ക് കഞ്ഞും ഇതുപോലത്തെ എന്തെങ്കിലും കൂട്ടാനോ മുരിങ്ങൻ്റെ ഇല മത്തൻ്റെ ഇല അങ്ങനത്തെ എന്തെങ്കിലും ഇലകളായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ ചക്ക കൂട്ടാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞിട്ടും. അപ്പോൾ തീരെ കഴിയാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയാലോ എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടും. അപ്പം ഞാൻ മുറ്റൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് പിന്നെ ഞാൻ അകൊക്കെ ഒന്നും വേഗം അടിച്ചുകാണ്ട് വേഗം കുളിച്ച് പിന്നെ നമ്മൾ ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ കുടിച്ച്. പിന്നെ നമ്മളെ ചക്കക്കുരു ഉണ്ടല്ലോ, അത് നല്ലോണം ഇന്നലെ നമ്മൾ കുറേ ചക്കക്കുരു വേറെ ഉണ്ടായിട്ട് അതും ഇന്നത്തതും ഒക്കെ കൂട്ടിക്കാണ്ട് ഞാൻ കഴുകിക്കാണ്ട് നല്ല വെയിലുണ്ടല്ലോ എന്ന്, അപ്പം ഞാൻ അത് അവിടെ വെയിലത്ത് കൊണ്ട് ഇട്ടിട്ടോ. അപ്പം നല്ലോണം ആ വെള്ളമൊക്കെ ഇങ്ങനെ ഉണങ്ങി അങ്ങോട്ട് വന്നാലുണ്ടല്ലോ നമ്മളെ ചക്കക്കുരു എത്ര വർഷം നമ്മളത് വെച്ചാലും ഒരു കേടും വരില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിന് ഒരു 5-6 മാസം ആവോളം എൻ്റെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടായിട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് ചക്കക്കുരു കൂട്ടാനായിട്ടും മുരിങ്ങൻ്റെ ഇല ഇട്ടുകാണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ചക്ക കഴിഞ്ഞിട്ടും 5-6 മാസം കഴിഞ്ഞിട്ടും നമ്മളെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടായിട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമ്മൾ ചക്കക്കുരു ഒന്നും ആവില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ചിലപ്പം 1-2-3 ആളൊക്കെ ഉണ്ടാവും കേട്ടോ അവരെ കൂടുതൽ. അപ്പോൾ അങ്ങനെ പോയപ്പം നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ എൻ്റെ ഫോണിൽ ക്ലിയർ കുറവുണ്ട്, നല്ല രസമുണ്ടായിന് കേട്ടോ. പീലി വിടർത്താത്ത മയിലാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ കേട്ടോ. വെറും പാചകങ്ങളും വിശേഷങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മയിലൊക്കെ പോയാൽ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് രാവിലത്തെ പൂരിയും നല്ല മധുരട്ട് കട്ടൻ ചായയൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചിരുന്നു. നമ്മളെ ചായൻ്റെ കടി അതേ ഉണ്ട്. എനിക്കും മക്കൾക്ക് പിന്നെ ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടേനി. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതാ കൊലൈമൽ ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോയും കൂടെ എടുത്ത്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മളെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ വീഡിയോസൊക്കെ ഇങ്ങനൊക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പിന്നെയും സാധാരണ വീഡിയോ ആയിട്ട് വരാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലെ കാണുന്നോർക്കാതെ